ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ട് നിരന്തരം പൃഥ്വിരാജ് എന്നറിയപ്പെടുന്ന രായപ്പൻ്റെ പേജിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ സജീവമായിരുന്നു. പക്ഷേ ഇന്ത്യ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. 34 പേർ മരണപ്പെട്ടു. ഓരോ ഇന്ത്യക്കാരനും വിഷമിക്കുമ്പോൾ ആ ചതിയനായ രായപ്പൻ്റെ പേജ് ഇപ്പോഴും മൗനത്തിലാണ്. പക്ഷേ അത് സംസാരിച്ചിരുന്നു ഒരു കാലത്ത് ഗാസയ്ക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിന് വേണ്ടി. ലക്ഷദ്വീപിൽ എന്തോ ഒരു പെയിന്റ് അടിച്ചു എന്നാണ് സംഭവം അല്ലേ? അപ്പോൾ ഈ 34 പേർ മരിച്ചപ്പോൾ, മതം ചോദിച്ച് മരിച്ചപ്പോൾ ഈ രായപ്പൻ എവിടെയാണോ? അതോ ഇനി ആ ക്യാമ്പിൽ, ആ സിനിമയിൽ കാണിക്കുന്നത് പോലെ ആ ക്യാമ്പിൽ പങ്കെടുക്കുകയാണോ ഇയാൾ? ആ സിനിമയിൽ ഈ നായകൻ ലഷ്കർ ഇ തോയ്ബ ട്രെയിനിങ് കിട്ടിയ ആളാണ്, പരിശീലനം കിട്ടിയ ആളാണ്. നമ്മളത് മറക്കരുത്. ഈ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ഓപ്പറേഷൻ വിങ് ആണ് ഈ കാശ്മീരിൽ, ഈ പഹൽഗാമിൽ 34 പേരുടെ മരണം ഉറപ്പാക്കിയ. എന്തായാലും രായപ്പൻ കാരണം അങ്ങനെ ഒരു ഗുണമുണ്ടായി അല്ലെ? ആ തീവ്രവാദ സംഘടനയെക്കുറിച്ച്, ആ പരിസരത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ട്. ആ സിനിമ കണ്ടാൽ മതി. എന്താണ് അവിടുത്തെ പരിശീലനമെന്നും, കുട്ടികളെ എങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നത്, ഏത് മതത്തെക്കുറിച്ച് സൂചിപ്പിച്ചാണ് പരിശീലിപ്പിക്കുന്നതെന്ന് കൃത്യമായ സിനിമ ഒരു തവണ കണ്ടാൽ മനസ്സിലാവും. അതെ, തീർച്ചയായിട്ടും. ആ പറഞ്ഞതുപോലെ അങ്ങനെ പരിശീലനം കൊടുത്ത് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുകയാണ്. നിരപരാധികളായ മനുഷ്യൻ്റെ ചോര മണ്ണിലൊഴുക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത്. എന്തായാലും പൃഥ്വിരാജിനെ സംബന്ധിച്ച് അയാൾക്ക് ലഷ്കർ ഇ തോയ്ബയെ വെള്ളപൂശാം. അപ്പോൾ ആ ലഷ്കർ ഇ തോയ്ബയുടെ ഓപ്പറേഷൻ വിങ്ങായ ഈ പറയുന്ന പോലെ TRF, ദ റെസിസ്റ്റൻറ്റ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ആ ഓപ്പറേഷൻ വിങ്ങാണ് കാശ്മീരിൽ നിരപരാധികളായ 34 വിനോദസഞ്ചാരികളുടെ മരണം ഉറപ്പാക്കിയിരിക്കുന്നത്. അവരെ വെടിയുണ്ടകൾ കൊണ്ട് എന്താ പറയുക, അതിഭീകരമായി മതം ചോദിച്ച് അമുസ്ലിങ്ങളാണെന്ന് ഉറപ്പുവരുത്തി, മുസ്ലിങ്ങളൊന്നുമല്ല ഹിന്ദുക്കളാണെന്ന് ഉറപ്പുവരുത്തി അവരെ കൊല്ലുന്നു. അതിൽ ഭർത്താക്കന്മാരെ കൊല്ലുന്നു. ഭാര്യയോട് പറയുന്നു, നീ ചെന്ന് നിൻ്റെ മോദിയോട് പറ, അതിനു വേണ്ടിയിട്ടാണ് നിന്നെ ജീവനോടെ വിടുന്നത് എന്ന്. നോക്കൂ, എത്ര വെറുപ്പും വിദ്വേഷവും ഉള്ള കൂട്ടരാണ് ഇവർ എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ. അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയെന്ന് പറയുന്നത് പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിനൊരു തിരക്കഥ റെഡി ആയിട്ടുണ്ട്. പക്ഷേ തിരിച്ചാണ് അല്ലേ മറ്റുമതം വന്ന്. അതെ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഗോത്ര സമർത്ഥമായി ഒളിപ്പിച്ചു വെച്ചിട്ട് ഗുജറാത്ത് കലാപത്തെ പർവ്വതീകരിച്ച് കാണിച്ചത് നമ്മൾ കണ്ടു. ഇനി ചിലപ്പോൾ ഇതിന്റെ പകരമായി ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ പറയും മോദിയുടെയും അമിത്ഷായുടെയും മതത്തെ പുതിയ സിനിമയ്ക്കുള്ള തിരക്കഥയായി. അവിടെ തിരക്കഥയ്ക്കുള്ള ത്രെഡ് അവിടെ കിട്ടിക്കഴിഞ്ഞു. എന്തായാലും ഇതുപോലെ ഈ പത്താൻകോട്ടും പുൽവാമയും ഒക്കെ ഈ പറഞ്ഞ രീതിയിൽ സിനിമകൾ എടുത്താൽ നല്ലതായിരുന്നു. പൃഥ്വിരാജിന് എല്ലാ ഭാവുകങ്ങളും നമുക്ക് നേരാം. അല്ല, ഈ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ഈ ടീമിനെല്ലാം പിന്തുണ നൽകാൻ ഈ ഹിന്ദു സ്നേഹം നടിച്ചു നടക്കുന്ന മോഹൻലാലിനെ പോലുള്ള ചില നടന്മാരുമുണ്ടല്ലോ. അവരും ഇതിനിടയിൽ അങ്ങനെ യഥാർത്ഥ മുന്നേയാണെന്ന് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അവർ അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യമുണ്ട്. ആടിനെ പട്ടിയാക്കുകയാണ് ഇവരൊക്കെ ചെയ്തത്. നോക്കൂ, ഈ ഗുജറാത്ത് കലാപത്തെ എത്ര സമർത്ഥമായിട്ടാണ് അവർ ചിത്രീകരിച്ച് ഇരകളെ വേട്ടക്കാരും വേട്ടക്കാരെ ഇരകളുമാക്കി മാറ്റിയത്. ഗോദ്രയിലെ ട്രെയിൻ കത്തി 59 പേർ വെന്ത് മരിച്ചത് ഒരു സ്വാഭാവികമായ ഒരു അപകടം ആക്കി മാറ്റാൻ അവർക്ക് സാധിച്ചു അല്ലേ? അതുപോലെ ഇനിയിപ്പോൾ നാളെ വരാൻ പോകുന്നത് ഈ മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആ സംഭവം ഈ സംഭവം തമ്മിൽ ചില സമാനതകളുമുണ്ട്. അന്ന് ഭക്തിയുടെ പേരിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോയ സാധാരണക്കാരെയായിരുന്നു അന്ന് ചുട്ടുകൊന്നത്. അതിന് സമാനമായി തന്നെയാണ് ടൂറിസത്തിന്റെ പേരിൽ ഒന്ന് ആഹ്ലാദിക്കാമെന്ന് പറഞ്ഞ് കാശ്മീരിലെത്തിയ സാധാരണക്കാരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. ആൾക്കാരുടെ എണ്ണത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ കൊലപാതകങ്ങളെല്ലാം ഒരിടത്ത് ചുട്ടുകൊന്നെങ്കിൽ ഒരിടത്ത് വെടിയുണ്ട ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ നാളെ വെള്ളപൂശും. ഇതെല്ലാം വെള്ളപൂശി വളരെ സമർത്ഥമായിട്ട് മറയ്ക്കപ്പെടും. എന്നിട്ട് വരാൻ പോകുന്നത് എന്താണ്? മുംബൈ ഭീകരാക്രമണം ആര് നടത്തി? മുംബൈ ഭീകരാക്രമണം ഹിന്ദുത്വ ഭീകരർ നടത്തി. ഹിന്ദു ഭീകരതയുടെ ഇരകളാണ് ഇപ്പോഴും കേരളത്തിലെ ചില ഹമാസ് ആരാധകർ പറയുന്നുണ്ടല്ലോ, ബീഹാർ ഇലക്ഷൻ ആണ് ഇതിനെല്ലാം പിന്നിൽ.
മോദിക്ക് ജയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇത്. ബീഹാറിന് പുറകെ ഈ മണ്ടന്മാരോട് പറയാനുള്ള ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത് തമിഴ്നാട് ഇലക്ഷൻ ഉണ്ട്, കേരള ഇലക്ഷൻ ഉണ്ട്, ഇന്ത്യയിൽ എല്ലാ വർഷങ്ങളിലും ഇലക്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഇലക്ഷന് മുന്നോടിയായിട്ട് ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണോ? പറയുന്നതിനൊരു യുക്തി വേണ്ടേ? എന്തായാലും ഈ പറഞ്ഞതുപോലെ മുംബൈ ഭീകരാക്രമണം നമുക്ക് സമീപകാലത്ത് തന്നെ രായപ്പനിൽ നിന്ന് സിനിമ പ്രതീക്ഷിക്കാം. മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് ഹിന്ദുക്കൾ, വ്യക്തമായിട്ട് പറയാം RSS എന്ന് പറഞ്ഞ് രായപ്പൻ സിനിമ എടുക്കും, അത് തീർച്ചയാണ്. എന്നിട്ട് അവിടെയും ലഷ്കർ ഇ തോയ്ബയെ വെള്ളപൂശും. ലഷ്കർ ഇ തോയ്ബയുടെ പുറത്ത് ഈ കുറ്റം ചാരുകയാണ് ഉണ്ടായത്. എന്നിട്ട് പാവപ്പെട്ട അമേരിക്കയിലും കാനഡയിലും ഒക്കെ ജീവിച്ചിരുന്ന ആൾക്കാരെ മറ്റൊരു കാര്യം പറയരുത്, അദ്ദേഹത്തിന് സിനിമ എടുക്കാൻ തീവ്രവാദികളെ വെള്ളപൂശം, വിമർശിച്ചാൽ അമ്മ ഇറങ്ങും, അദ്ദേഹത്തിന്റെ അമ്മയും ഭാര്യയും ഇറങ്ങും വിമർശിച്ചാൽ. ഈ അമ്മയിലെ എവിടെ പോയി കണ്ടിട്ടില്ല ഇന്നലെ വാർത്തകളൊന്നും? അമ്മ അവർക്ക് അതൊന്നും അവർ കാണില്ല. അവർ കാണുന്നത് മകനെതിരായ സൈബർ അറ്റാക്കുകൾ മാത്രമേ കാണുകയുള്ളൂ. അതങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്തായാലും ഈ പറഞ്ഞതുപോലെ അമ്മയും ഭാര്യയും ഒക്കെ ചേർന്ന് ഈ മരണപ്പെട്ട 34 പേർക്ക് അമ്മയും അച്ഛനും സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. അതൊരു ചെറിയ വേദനയല്ല അവർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ രാജ്യത്ത് നിന്ന് ഇത്തരം ഛിദ്രശക്തികളെ ഈ രാജ്യത്തിനുള്ളിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും ഈ രാജ്യത്തിൽ നിന്ന് പുറത്താക്കുകയുമാണ് വേണ്ടത്. ഇതുപോലെയുള്ളവരെ ഇനിയും ഇവിടെ വെച്ചു പൊറുപ്പിക്കരുത്. ഇതുപോലെ മറ്റൊരാളുണ്ട്, പാർലമെന്റിൽ പോയി പ്രസംഗിക്കുകയാണ്. എന്താ, ആരാണ് മുന്നേ എന്ന് നമുക്കറിയാം അല്ലേ? ഒരു ജോൺ ബ്രിട്ടാസ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഇയാളൊക്കെ എന്ത് ജനപ്രതി? അയാൾ ജനപ്രതിനിധിയായത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ജോൺ ബ്രിട്ടാസ്. പക്ഷെ ആ മാധ്യമ പ്രവർത്തകന്റെ മാധ്യമധർമ്മം എന്ന് പറയുന്നത് ലെവലേശം പെട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് തീവ്രവാദികൾ പോലും ഇത്രയും പെട്ടിയെടുത്തിരിക്കില്ല. അതെ, അത്രയും പെട്ടിയെടുത്തിരിക്കില്ല, വെടിയുണ്ടകളുമായുള്ള. അതെ. എന്തായാലും ഈ ജോൺ ബ്രിട്ടാസും പൃഥ്വിരാജും പിന്നെ മുരളി ഗോപിയും മോഹൻലാലും ഒക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ നാട്ടിൽ ഈ ദേശസ്നേഹികളായ മനുഷ്യരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് അവരെ നേരിടാനുള്ള പരിശ്രമം നടത്തുമ്പോൾ അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് മനുഷ്യരാണ് ഉള്ളത്. അവർക്ക് അവിടെ ഇദ്ദേഹത്തെ ആരെങ്കിലും ഹൈജാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഇന്നലെ 3 മണി 4 മണിയോടുകൂടിയാണ് 3 മണിക്ക് ശേഷമാണ് ഈ ആക്രമണം ആരംഭിച്ചത്. ഇപ്പോൾ തന്നെ 2 മണി കഴിഞ്ഞിട്ടുണ്ട്. 23 മണിക്കൂറുകൾ ഇത്രയും സമയമായിട്ടും എന്തുകൊണ്ടാണ് ഒരക്ഷരം മിണ്ടാൻ ഈ പൃഥ്വിരാജിന് കഴിയാത്തത്? നട്ടലില്ലാത്തതാണോ? അദ്ദേഹത്തിന് ആരെങ്കിലും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? നട്ടലില്ല, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഉണ്ടാകും. അതുപോലെ തന്നെ വാങ്ങിയ പണത്തിന് കൂറ് കാണിക്കണ്ടേ? വാങ്ങിയ ആനുകൂല്യങ്ങൾക്ക് കൂറ് കാണിക്കണ്ടേ? ഈ ചോറങ്ങും കൂറിങ്ങും എന്ന് പറഞ്ഞ് ഇക്കൂട്ടരോട് ഇടപെട്ടാൽ ശരീരം അരിപ്പയാകും. വെടിയുണ്ടകൾ കൊണ്ട് അവന്മാർ തുളയ്ക്കും. അത് നല്ല ബോധ്യമുണ്ട്. ഇവിടെ ഈ പാവപ്പെട്ട ഹിന്ദുക്കളുടെ നേരെ നമ്മുടെ സർക്കാരിന് നേരെയൊക്കെ കുതിര കയറാം. പക്ഷെ അതുപോലെ അല്ല. രായപ്പൻ ഒരു കാര്യം തിരിച്ചറിയണം, ഈ ജനാധിപത്യം മതേതരത്വം ഒരു വിഭാഗം ഉള്ളിടത്ത് മാത്രമേ കാണുന്നുള്ളൂ. അതെ, തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയാൽ ഇക്കൂട്ടർക്ക് എല്ലാവർക്കും നല്ലത്. ഈ പറയുന്നത് പോലെ ഈ സ്വാതന്ത്ര്യം കുറച്ചങ്ങോട്ട് വടക്ക് മാറി പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഒന്നും ചെന്നാൽ ഈ സ്വാതന്ത്ര്യമില്ല. അറേബ്യൻ രാജ്യങ്ങളിലൊന്നും ഇത്രയും സ്വാതന്ത്ര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത്. പോട്ടെ, ചൈനയിൽ പോയാലും നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിൻ്റെ വില അറിയണമെങ്കിൽ ഒന്ന് ചൈനയിൽ പോയി നോക്കണം. ഈ ഇവിടുത്തെ വലിയ ലിബറൽ ഈ ഇടത് ബുദ്ധിജീവികളൊക്കെ ഉണ്ടല്ലോ, അവർ ഒരു വട്ടം ഒന്ന് ചൈനയിൽ പോയി നോക്കണം. അവിടെ ആളറിയിക്കാതെ ഒരാഴ്ചയൊന്ന് താമസിച്ച് നോക്കണം. അപ്പോൾ അറിയാം അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഈ പൃഥ്വിരാജിനും കൂട്ടർക്കും ഈ പറയുന്ന എമ്പുരാൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു കാര്യത്തിൽ തൃപ്തിയടയാം. കാരണം അവർ ആരാധിക്കുന്ന, അവർ സ്നേഹിക്കുന്ന, അവർ ബഹുമാനിക്കുന്ന ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ഓപ്പറേഷൻ വിങ്ങാണ് കാശ്മീരിൽ 34 പാവപ്പെട്ട നിരപരാധികളായ ജീവിതത്തിൽ വിനോദസഞ്ചാരത്തിലൂടെ ജീവിതത്തിലെ ആനന്ദം അറിയാൻ വേണ്ടി, ആ പ്രകൃതി രമണീയത ആസ്വദിക്കാൻ വേണ്ടി പോയ 34 പാവപ്പെട്ട മനുഷ്യരെ കാലപുരിക്ക് അയച്ചത്, നിരപരാധികളായ മനുഷ്യരെ കൊന്നുകളഞ്ഞത് എന്നുള്ള കാര്യം അവർ ഓർക്കുന്നത് നല്ലതാണ്. അവർക്ക് ലഷ്കർ ഇ തോയ്ബയെ വെള്ളപൂശാം, അവർക്ക് ലഷ്കർ ഇ തോയ്ബയെ അനുകൂലിച്ച് സിനിമ എടുക്കാം, ലഷ്കർ ഇ തോയ്ബയിലെ പരിശീലനം സിദ്ധിച്ച നായകനെ ഉയർത്തി കാണിക്കാം. പക്ഷേ ഈ രാജ്യത്ത് മറ്റുള്ളവർ അതെല്ലാം സ്വീകരിക്കും എന്ന് കരുതണ്ട. ഈ രാജ്യത്ത് ദേശസ്നേഹികളുടെ എണ്ണം കുറവല്ല. ഈ രാജ്യത്ത് ദേശാഭിമാനികളുടെ എണ്ണം, ആ ദേശാഭിമാനികളുടെ വംശമൊന്നും വറ്റിപ്പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഒരു പാഠമാണ്.
ഈ ഇതുപോലുള്ള ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വലിയ പാഠം